സമൃദ്ധമായ ഓണം ഉറപ്പാക്കാൻ കൺസ്യൂമർ ഫെഡും രംഗത്തുണ്ട്. സംസ്ഥാന വ്യാപകമായി 1800 ഓണച്ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒപ്പം തന്നെ അരി, വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടി പൊതുവിപണിയേക്കാൾ 30 മുതൽ 50% വരെ വിലക്കുറവിൽ ഓണച്ചന്തകളിൽ എത്തിക്കുകയാണ്. ഉമേഷ് ചേരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഉമേഷ്, അതായത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു പ്രഭാതത്തിലാണ് നമ്മൾ കേരളക്കര ഇങ്ങനെ നിൽക്കുന്നത്. കാരണം ഓണം ഇങ്ങ് എത്തുന്നു. അതിനു മുന്നോടിയായി സമൃദ്ധമായ ഓണം എങ്ങനെ ഉറപ്പാക്കാം എന്ന തിരക്കിട്ട ചർച്ചയിൽ തന്നെയാണ് സർക്കാരുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായാണ് കൺസ്യൂമർ ഫെഡും ഒപ്പം സപ്ലൈകോയിലുമൊക്കെ വിലക്കുറവിൽ സാധനങ്ങളൊക്കെ എത്തിച്ച് ആ വിപണി ഇങ്ങനെ സജീവമായി നിലനിൽക്കുന്നത്. സംസ്ഥാന വ്യാപകമായി 1800ഓളം ഓണച്ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് തുടങ്ങിയിരിക്കുന്നത്. ഒപ്പം ഈ 13 നിത്യോപയോഗ സാധനങ്ങളൊക്കെ സബ്സിഡിയോടുകൂടി, അതായത് പൊതുവിപണിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വിലക്കുറവിൽ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ മന്ത്രി VN വാസവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് കേന്ദ്രം എത്രയൊക്കെ ഞെരുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം കേരളം വളർന്നു വരുന്നു എന്നുള്ളതാണ് അതിലെ മറ്റൊരു കാര്യം. ഉമേഷ്, അതെ ഭദ്ര, ഇപ്പോൾ മന്ത്രി VN വാസവൻ തന്നെ അക്കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിലും ഈ ഓണത്തിന് ഒരാൾ പോലും കഷ്ടപ്പെടരുത്, പ്രതിസന്ധി ഉണ്ടാകരുത് എന്ന നിശ്ചയദാർഢ്യത്തോടെ സംസ്ഥാന സർക്കാർ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ്. സിവിൽ സപ്ലൈസ് വകുപ്പ് നടത്തുന്ന ഇടപെടൽ പോലെ തന്നെ കൺസ്യൂമർ ഫെഡ്, അതായത് സഹകരണ വകുപ്പും ഈ ഓണത്തിന് വിപണിയിൽ വലിയ ഇടപെടലാണ് നടത്തിയത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ഉള്ള ഇടപെടലിൻ്റെ ഭാഗമായി സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡും മറ്റ് സഹകരണ ഓണച്ചന്തകൾ വഴി ആണ് വിലക്കുറവിൽ നിത്യോപയോഗ സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന വ്യാപകമായി 1800 ഓണച്ചന്തകളാണ് ഇത്തവണ സഹകരണ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. അത് ജില്ലാ മൊത്ത വ്യാപാര സഹകരണ സ്റ്റോറുകൾ, പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ, പിന്നോക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന SC/ST സംഘങ്ങൾ, ഫിഷർമാൻ സഹകരണ സംഘങ്ങൾ എന്നിവ മുഖേനയാണ് 1800 പ്രത്യേക വിപണന കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ 26-നാണ് തുടങ്ങിയത്. 10 ദിവസം ഈ ഓണച്ചന്തകൾ പ്രവർത്തിക്കും. അതായത് ഓണത്തലേന്ന് സെപ്റ്റംബർ 4 വരെ ഈ ഓണച്ചന്തകൾ ഉണ്ടാകും. അതിൽ ഈ പറയുന്നത് പോലെ 13 ഇനം നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അരി മുതൽ എല്ലാം, അരി തന്നെ 3 ഇനം ഉണ്ട് എന്നുള്ളതാണ്. ജയ അരി, ആന്ധ്ര ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി. ഇതുകൂടാതെ പഞ്ചസാര, ഉഴുന്ന്, ചെറുപയർ, കടല, തുവരപ്പരിപ്പ്, വൻപയർ, മുളക്, മല്ലി, വെളിച്ചെണ്ണ എന്നിവയൊക്കെയാണ് സർക്കാർ സബ്സിഡിയോടുകൂടി സപ്ലൈകോ വിൽപ്പന നടത്തുന്നത്. ഈ ഓണക്കാലത്തുണ്ടാകുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഏതാണ്ട് 400 കോടി രൂപയുടെ വിൽപ്പനയാണ് ഇത്തവണ കൺസ്യൂമർ ഫെഡ് ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഉപഭോക്താവിന് ആവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും നൽകാൻ, ഈ ഇത്തരത്തിൽ മിതമായ നിരക്കിൽ നൽകാൻ ഈ കൺസ്യൂമർ ഫെഡിലൂടെ കഴിയും. അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ നിത്യോപയോഗ സാധനങ്ങൾക്ക്, ഈ സബ്സിഡി സാധനങ്ങൾക്ക് 30 മുതൽ 50% വരെ വിലക്കിഴിവ് ഉണ്ടാകുമ്പോൾ ഇതല്ലാതെ ഈ സബ്സിഡി ഇതര സാധനങ്ങൾക്കും വിലക്കുറവുണ്ട്. അത് പൊതുവിപണിയേക്കാൾ 10% മുതൽ 40% വരെ വിലക്കുറവോടുകൂടിയാണ് അതും വിറ്റഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഇത് വലിയ ഇടപെടൽ, എല്ലാ വർഷവും അത്തരത്തിൽ ഈ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇടപെടൽ ഉണ്ടാകാറുണ്ട്. ഇത്തവണയും ഓണത്തിന് സ്ഥിതി വ്യത്യസ്തമല്ല എന്നുള്ളത് തന്നെയാണ്. ഈ ഓണത്തിന് തൊട്ട് മുൻപുള്ള ഇടപെടലിൻ്റെ ഭാഗമായി വിപണിയിൽ 2 തരത്തിലുള്ള ഇടപെടൽ, 2 തരത്തിലുള്ള ഗുണഫലങ്ങൾ ലഭിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. അതിലൊന്ന് സാമ്പത്തികവും മറ്റൊന്ന് സാമൂഹികവും എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാർ സഹായത്തോടുകൂടി ഈ സഹകരണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കൺസ്യൂമർ ഫെഡും മറ്റ് ചന്തകൾ വഴിയും തന്നെയാണ് ഇത്തരത്തിലുള്ള വിറ്റഴിക്കൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ അരിക്കൊക്കെ 33 രൂപ നിരക്കിലാണ്. പ്രത്യേകിച്ച് ജയ അരി 33 രൂപ, കുറുവ അരി 33, കുത്തരി 33, പച്ചരിക്ക് 29 രൂപ. അങ്ങനെയാണ് അതിൻ്റെ ഒരു വില നിലവാരം പറയുമ്പോൾ ഇത് എത്രത്തോളം വില വ്യത്യാസം ഉണ്ടാകും എന്ന് അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് അത് വിശദീകരിക്കുന്നത്. പഞ്ചസാര 34 രൂപയാണ്. പൊതുവിപണിയിൽ ഏതാണ്ട് 50 രൂപയിലധികമൊക്കെയാണ് വരിക. എന്നാൽ ഇവിടെ പഞ്ചസാര 34 രൂപ 65 പൈസയ്ക്ക് പഞ്ചസാര ലഭിക്കുമെന്നുള്ളതാണ്. വെളിച്ചെണ്ണയുടെ കാര്യം എടുത്തു പറയേണ്ടതാണ്. 1 ലിറ്റർ വെളിച്ചെണ്ണ, അത് സബ്സിഡിയും നോൺ സബ്സിഡിയും ഉൾപ്പെടെ 349 രൂപയ്ക്കാണ് 1 ലിറ്റർ വെളിച്ചെണ്ണ നൽകുക. ചെറുപയർ 90 രൂപയ്ക്ക് ലഭിക്കും. വൻകടല 65 രൂപയ്ക്ക്, വൻപയർ 70 രൂപയ്ക്ക്, തുവരപ്പരിപ്പ് 93 രൂപയ്ക്ക്. ഇതൊക്കെ വലിയ വില വ്യത്യാസം. ഈ വില നിലവാരം പറയുമ്പോൾ നമുക്ക് അത് ബോധ്യമാകും.
അത് ആളുകൾക്ക് സമൃദ്ധമായി അത് വാങ്ങാൻ ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 1800 ഓണച്ചന്തയുണ്ട്. അത് ഓരോ ജില്ലയിലും 100-ൽ പരം ഓണച്ചന്തകളാണ് ഇത്തരത്തിൽ പ്രത്യേകമായി സജ്ജമാക്കിയിരിക്കുന്നത്. ഓണത്തലേന്ന് വരെ ആളുകൾക്ക് ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങാം. കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായം ലഭിച്ചില്ലെങ്കിലും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ കരുതലോടെ ചേർത്ത് നിർത്തുകയാണ് സംസ്ഥാന സർക്കാരും പ്രത്യേകിച്ച് സഹകരണ വകുപ്പും. ശരി ഉമേഷ്, നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഞാൻ ഒന്നുകൂടി വരികയാണ്. ഇവിടെ വിനോദ് കുട്ടപ്പൻ പറയുന്നുണ്ട്, ജയ അരി പുറത്ത് 49 രൂപയാണ്, ഇവിടെ അത് 33 എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ബിലാല് പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ പാർട്ടിക്കും അതായത് മന്ത്രി വി എൻ വാസവൻ അദ്ദേഹം ആശംസ അറിയിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരും ഈ ഒരു കാര്യത്തിൽ വലിയ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സപ്ലൈകോയുടെ നമ്മൾ നേരത്തെ മന്ത്രി GR അനിലിൻ്റെ അഭിമുഖമുണ്ടായ സമയത്ത് പോലും നമ്മുടെ പ്രേക്ഷകർ പലരും അവിടെ പോയി, അതായത് സപ്ലൈകോയിൽ നിന്നാണ് വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത്രമാത്രം ജനങ്ങൾ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.